സർ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാത്ത മുഖ്യമന്ത്രിയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ സുകുമാരൻ നായരുടെ വാക്കിനൊക്കെ പുല്ല് വിലയായിരിക്കും അല്ലേ? സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് ഏറ്റെടുക്കരുത്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ടൊരു നടപടിയായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്നത് അല്ലേ? അതിലൊരു സംശയം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ. ഇതൊക്കെ പുറമേ എന്ന് പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനമൊന്നും മുസ്ലിം ലീഗിൻ്റെ നിന്ന് ഏറ്റെടുക്കൽ നടക്കുന്ന കാര്യമല്ല. കാരണം അത് ഉറപ്പായിട്ടും മുസ്ലിം ലീഗിന് തന്നെ കൊടുക്കും. പക്ഷേ നിങ്ങൾ പണ്ട് ഓർക്കുന്നുണ്ടാവും, അതായത് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഉമ്മൻചാണ്ടി താക്കോലുമായിട്ട് രമേശ് ചെന്നിത്തലയുടെ പുറകെ ഓടി രമേശ് ചെന്നിത്തലക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം കൊടുത്ത പോലെ ഉണ്ടാവും. അതുപോലെ NSSൻ്റെയൊക്കെ താല്പര്യമുള്ള പലരും മന്ത്രിസഭയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇനിയുള്ള കാലത്തും അവരോട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും അതിൽ തൽപരകക്ഷി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി ഈ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബൈറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല. സത്യത്തിൽ അദ്ദേഹം എന്താണ് ഈ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കുറഞ്ഞ വർഷം അദ്ദേഹം പുറമെ വന്നെങ്കിലും ഒരു അഭിനന്ദനം പറയേണ്ടതല്ലേ വി ഡി സതീശൻ. ഇപ്പം എത്ര എതിരാണെങ്കിലും വി ഡി സതീശൻ്റെ ഒരു അഭിനന്ദനം പറയേണ്ടതാണ്. അപ്പം അതുപോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് രണ്ടാമത്തെ തവണയും ഇത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, KCക്ക് കിട്ടിയിട്ടുള്ള പരിഗണനയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാര്യമോ പോലും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഇനി അദ്ദേഹത്തിന് അത് കിട്ടാനും സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതാവ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കൂടി അത് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പം NSSന് താല്പര്യമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് തോന്നലുണ്ടാക്കണ്ടേ? ആ തോന്നലിൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ PC വിശ്വനാഥിനെയൊക്കെ എനിക്ക് ഒരു കൊടുക്കാൻ. ഏതായാലും ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നില്ല. അല്ല, നമുക്കറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യോ, അദ്ദേഹത്തെ അനുനയിപ്പിക്കോ വീണ്ടും എന്ത് ചെയ്യോ, വലിയ സാധനം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വല്ല ആഭ്യന്തര വകുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കും. ജൂനിയർ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹം നിലനിൽക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ജൂനിയർ ആയിട്ടുള്ള മുഖ്യമന്ത്രിയിൽ അദ്ദേഹം നിൽക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം എടുക്കില്ല എന്ന് ഇപ്പോഴല്ല, തുറന്ന് താങ്കളോട് പറഞ്ഞു. ഒരു കൊല്ലം മുമ്പേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അതാണ്. ഒരു കൊല്ലം മുമ്പേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് അതാണ്. മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മന്ത്രിസഭയിലേക്ക് ഇല്ല, MLA ആയിട്ട് വേണമെങ്കിൽ നിന്നോളാം, ഇനി അത് വേണമെങ്കിൽ അത് വേണ്ടെന്ന് നോക്കാന്നൊക്കെയുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആകുമ്പോഴും താങ്കൾ പറഞ്ഞ ഇപ്പൊ NSSന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവർക്കൊരു റെപ്രസെന്റേഷൻ ഉണ്ട്, പ്രാതിനിധ്യം ഉണ്ടെന്ന് പറഞ്ഞ തോന്നലുണ്ടാവും. ഇത് ഉണ്ടാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിടിയിലുള്ള ഒരു ഭരണമാണ്. പരിപൂർണമായിട്ടും കോൺഗ്രസ് കേരളത്തിൽ അവരോടൊപ്പമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് പുറത്തേക്ക് വരിക.